89.6 FM സർഗക്ഷേത്ര. ഹലോ ഹായ്, വെൽക്കം ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഉയരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വരുമ്പോൾ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം എന്നോടൊപ്പം ഉള്ളത് ഒരു HM ആണ്. യെസ്, ഹെഡ് മിസ്ട്രസ് ആണ്. ഞാൻ ഏറ്റവും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യാണ് സെന്റ് ആന്റണീസ് LP സ്കൂൾ ചെങ്ങളത്തെ ഹെഡ് മിസ്ട്രസ് ആയ സൗമ്യ പി ജോസ്. ഹലോ മിസ്. സോ ഇന്നത്തെ ഉയരയില് ചെറുപ്പത്തിലൊക്കെ കുറേ പേർക്കും ഭയമുള്ള, അല്ലെങ്കിൽ കുറച്ചധികം പേർക്ക് കൂടുതൽ ബഹുമാനമുള്ള, കുറച്ചധികം ആളുകൾ സ്നേഹത്തോടു കൂടി കാണുന്ന ഒരു പൊസിഷനിലുള്ള ഒരാളെയാണ് HM. നമ്മൾ കുറേ പേരും ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് അയ്യോ HM വരുന്നുണ്ടടാ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കുറേ പേര് ഓടും, കുറേ പേര് അവിടെ ധൈര്യമൊക്കെ സംഭരിച്ച് നിൽക്കും, കുറേ പേർക്ക് ഭയങ്കര ബഹുമാനമൊക്കെ ആയിരിക്കും. എന്തായാലും ഇന്നത്തെ ഉയരയിൽ ആരും പേടിച്ചിങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ഉയരയിലൂടെ നമ്മോടൊപ്പം പങ്കുവയ്ക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ഒരു ഹെഡ് മിസ്ട്രസ് ആണ്. ഏറ്റവും സന്തോഷത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യാണ് ചെങ്ങളം സെന്റ് ആന്റണീസ് LP സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് സൗമ്യ പി ജോസ്. ഹലോ മിസ്. ഈ മിസ്സിനെ കാണുമ്പോ കുട്ടികളെല്ലാവരും പേടിക്കാറുണ്ടോ? ഓക്കെ. അപ്പൊ എന്തായാലും ഭയങ്കര കൂളായിട്ടുള്ള, ഭയങ്കര നമ്മുടെ ജെൻസി കുട്ടികളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഭയങ്കര വൈബായിട്ടുള്ള ഒരു HM-നെയാണ് ഇന്ന് നമ്മൾ ഉയരയിലൂടെ നമ്മുടെ ഷോയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സോ മിസ്, സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ. അപ്പൊ എന്തായാലും ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു. 2026 നമ്മൾ ഒഫീഷ്യലി കടന്നിരിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷകളും സന്തോഷങ്ങളും ഒക്കെ വിചാരിച്ചിട്ടല്ലേ? ഓക്കെ. അപ്പോ ഇന്ന് പൊതുവേ നമ്മൾ ഉയരയില് കുറേയധികം പുതിയ കോഴ്സുകളെ പറ്റി, അല്ലെങ്കിൽ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്പുകളെ പറ്റി ആളുകളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇന്ന് നമ്മൾ ഉയരയിലൂടെ ഒന്ന് ചെറിയ ട്വിസ്റ്റ് ആണ് കൊണ്ടുവരാൻ നോക്കുന്നത് കേട്ടോ. അതായത് പഠിപ്പിക്കുന്നവർക്കും പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഉയരയിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത്, അല്ലേ മിസ്സേ? തീർച്ചയായിട്ടും. അപ്പോ ടീച്ചേഴ്സിന് കുറച്ചുകൂടി നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കുകയാണ് ഇന്നത്തെ ഉയരയിലൂടെ. സോ സൗമ്യ മിസ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഒരു പ്രാവശ്യം കൂടി വെൽക്കം ചെയ്യുന്നു ചെങ്ങളം സെന്റ് ആന്റണീസ് LP സ്കൂളിലെ HM സൗമ്യ പി ജോസ്. മിസ് ഏകദേശം 24 വർഷങ്ങളായിട്ട് അധ്യാപന ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഏകദേശം 3 വർഷത്തോളമായിട്ട് ഹെഡ് മിസ്ട്രസ് ആയിട്ട് നമ്മുടെ ചെങ്ങളം LP സ്കൂളിൽ, സെന്റ് ആന്റണീസ് LP സ്കൂളിൽ വർക്ക് ചെയ്യുന്നു, അല്ലേ? ഓക്കെ. അപ്പോ നമ്മളിനി ഈ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ സ്വയം ഒരു കുട്ടിയുടെ എബിലിറ്റീസ് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ കഴിവുകളൊക്കെ തിരിച്ചറിയാനായിട്ട് എത്രത്തോളം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഒരു അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് സഹായിക്കാനായിട്ട്, ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ് ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം കേട്ടോ. നമ്മൾ കാരണം വേറൊന്നുമല്ല, നമ്മളിപ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കുട്ടികൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാറുള്ളത് സ്കൂളുകളിൽ തന്നെയാണെന്നല്ലേ. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു വലിയ സപ്പോർട്ടർ അല്ലെങ്കിൽ മോട്ടിവേറ്റർ, ഒരു മെന്റർ എന്നുള്ള രീതിയിലേക്ക് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എങ്ങനെയൊക്കെ പ്രവർത്തിക്കാനായിട്ട് പറ്റും? എന്റെ ഒരു അഭിപ്രായത്തില് നമുക്ക് ഈ കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക്, ആദ്യമായിട്ട് സ്കൂളിലെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് അവരുടെ സ്വന്തം ടീച്ചേഴ്സാണ്. അവരുടെ ക്ലാസ് ടീച്ചർ ആയിരിക്കും അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ LP സ്കൂൾ ആയതുകൊണ്ട് നമുക്ക് തീരെ കുഞ്ഞു പിള്ളേരാണ്, 1 തൊട്ട് 4 വരെ ക്ലാസ്സുകളിലെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ കൈകളിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ മുന്നിലെത്തുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഓരോ വ്യക്തികളായിട്ട് വേണം നമ്മളത് കണ്ട് മനസ്സിലാക്കി അവരുമായിട്ട് ഇടപെടാനായിട്ട്. അപ്പം നമ്മൾ അവരുമായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അവര് നമ്മളോടെല്ലാം തുറന്നു പറയും. കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേകതയാണത്. അവർക്ക് കള്ളത്തരങ്ങളില്ല. അവരുടെ വീട്ടിലുള്ളതും അവരെ സംബന്ധിക്കുന്നതുമായ സകല കാര്യങ്ങളും, അവരുടെ കുഞ്ഞു സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം അവരെപ്പോഴും നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നവരാ. അപ്പൊ നമ്മൾ അവരെ ഒന്ന് കേൾക്കാനായിട്ട് നമ്മളൊന്ന് ഇരുന്ന് കൊടുത്താൽ മാത്രം മതി. അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം അവര് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നു, നമ്മൾ അവരെ എന്തുമാത്രം പുഷ് ചെയ്യുന്നു അതനുസരിച്ചാണ് അവരുടെ ഒരു വ്യക്തിത്വ വികസനം കുഞ്ഞുങ്ങൾക്ക് നടക്കുന്നത്. അപ്പൊ നമ്മള് സ്കൂളുകളിൽ പലതരം പ്രവർത്തനങ്ങൾ നമ്മള് ആസൂത്രണം ചെയ്യുമല്ലോ. ഉദാഹരണത്തിന് നമ്മളിപ്പോ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പറഞ്ഞ, ഞങ്ങളുടെ സ്കൂളില് ഓരോ ആഴ്ചയിൽ അസംബ്ലി ലീഡ് ചെയ്യുന്നത് ഓരോ ക്ലാസ്സുകാരാ. അപ്പൊ എന്തായാലും അപ്പം ആ സമയത്ത് അവർക്ക് പ്രസംഗം, പാട്ട്, പിന്നെ അത് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു കഴിവ്, അങ്ങനത്തെ ഒക്കെ അതെല്ലാം അവർ തന്നെ ചെയ്യണം. അപ്പം അതിനനുസരിച്ച് അവർക്ക് ഓരോരോ അവസരങ്ങൾ അവർക്ക് സ്റ്റേജിൽ കയറാനായിട്ട് കിട്ടുക.
അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് എന്തെല്ലാം കഴിവുകളുണ്ട്. അപ്പൊ ഈ കഴിവ് കുറഞ്ഞവരെയും കൂടി നമ്മൾ അതിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പം കുഞ്ഞുപിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്ലാസ് ടീച്ചറാണ് അവർക്കെല്ലാം. ആ ഒരു ടീച്ചർ കൊടുക്കുന്ന സപ്പോർട്ടാണ് അവരുടെ ജീവിതത്തിൽ ആദ്യം മുതൽ അവസാനം വരെ അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് അവർക്ക് പ്രചോദനമായിട്ട് നിൽക്കുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ മിസ്, അപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ മിസ്സിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ എന്താണ് ഹുക്കായിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് നല്ലൊരു ലിസണർ ആവാനായിട്ട് പറ്റുക എന്നുള്ളത് തന്നെയാണ് അല്ലേ? കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അവർക്ക് അത്ര വലിയ കാര്യങ്ങളൊന്നും ചിലപ്പോൾ പറയാനുണ്ടാവില്ല. പക്ഷെ അവർക്ക് കുഞ്ഞു കാര്യങ്ങൾ, അവർക്കൊരു പെൻസിൽ കിട്ടിയ കാര്യം, അവർക്കൊരു പുത്തൻ ഉടുപ്പ് മേടിച്ച കാര്യം ഒക്കെ ഉള്ളായിരിക്കാം. അതെ അതെ. പക്ഷെ അത് കേൾക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് ഇരുന്ന് കൊടുക്കുക. അതെ അതെ അതെ. അപ്പോ നല്ലൊരു ലിസണർ ആവുക എന്നുള്ള ഒരു ക്വാളിറ്റി തന്നെയാണ് ഒരു ടീച്ചറെ സംബന്ധിച്ച് ആദ്യം വേണ്ട ഒരു കാര്യം അല്ലെ? ഓക്കെ. അപ്പൊ അതിലൂടെ പതിയെ പതിയെ നമുക്ക് അവരിലേക്ക് എത്താനായിട്ട് പറ്റും. സോ അവർക്ക് ജീവിതത്തിൽ ഒരുപാട് മോട്ടിവേഷൻ അല്ലെങ്കിൽ അവരുടെ ചെറിയൊരു കാലയളവിലാണെങ്കിൽ കൂടി അവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കാനും അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് അവർക്ക് ഉണ്ടാവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഞാനും വിശ്വസിക്കുന്നത്. സോ നമുക്ക് രണ്ടുപേർക്കൊരു പാട്ടിലേക്ക് അങ്ങോട്ട് എല്ലാവരെയും കൊണ്ടുപോയാലോ മിസ്സേ? ഓക്കെ. അപ്പോ നല്ലൊരു പാട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. പാട്ടിന് ശേഷമാണ് ഇനി കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ അറിയാനും കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ പോകുന്നത്. ആൻഡ് നമ്മോടൊപ്പം ഇന്ന് ഉയരയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ചെങ്ങളം സെയിന്റ് ആന്റണീസ് LP സ്കൂളിലെ പ്രധാന അധ്യാപികയാണ് സൗമ്യ പി ജോസ്. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മള് ഒരുപാട് നാളുകളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളെ പറ്റിയിട്ടുള്ള പഠിത്തം, അല്ലെങ്കിൽ അവരെ എങ്ങനെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ കുട്ടികൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പല എപ്പിസോഡുകളിലായിട്ട് അല്ലെങ്കിൽ പല സമയങ്ങളിലായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ മിസ്സാക്കുന്ന ഒരു എലമെന്റ് ഉണ്ട്, പഠിപ്പിക്കുന്നവർ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത്. സോ ഇന്ന് ഉയരയിലൂടെ നമ്മൾ ഇത്തരത്തിലുള്ള കുറച്ചധികം കാര്യങ്ങളാണ് അറിയാനായിട്ട് പോകുന്നത്. സോ ടീച്ചേഴ്സിനുള്ള കുറച്ചധികം ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇന്ന് ഒരു പ്രധാന അധ്യാപിക വഴി നമ്മൾ അറിയാനായിട്ട് പോകുന്നത്. സോ ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടി വീണ്ടും സ്വാഗതം ചെയ്യുന്നു ചെങ്ങളം സെന്റ് ആന്റണീസ് LP സ്കൂളിലെ പ്രധാന അധ്യാപികയായിട്ടുള്ള സൗമ്യ പി ജോസ്. സൗമ്യ മിസ്, ഒരുപാട് സന്തോഷം. അപ്പോ കുറച്ചു മുൻപ് നമുക്ക് കുട്ടികളിലേക്ക് എത്താനുള്ള ഒരു ചെറിയ വഴിയെ പറ്റി നമ്മൾ സംസാരിച്ചു അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ റീസെന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ 64ാമത് കേരള സ്കൂൾ കലോത്സവം കഴിഞ്ഞിരിക്കുകയായിരുന്നു അല്ലെ? അപ്പോ നമുക്കറിയാവുന്ന പോലെ തന്നെ ഗ്രേഡ് സിസ്റ്റം ആണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതായത് A ഗ്രേഡ്, B ഗ്രേഡ്, C ഗ്രേഡ്, 5, 3, 1 പോയിന്റുകൾ എന്നുള്ള രീതിയിലാണ് ഇപ്പോ സമ്മാനങ്ങൾ കൊടുക്കുന്നത് കുട്ടികൾക്ക്. ഇപ്പോ എല്ലാവർക്കും നമുക്കറിയാം A ഗ്രേഡ് കിട്ടില്ല, പലർക്കും പല ഗ്രേഡുകളായിരിക്കും അവരുടെ പെർഫോമൻസിനനുസരിച്ച് കിട്ടുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു പലപ്പോഴും കുറച്ചധികം കുട്ടികൾ കേട്ടോ തോൽക്കാനൊരു ഭയമുള്ള പോലെ, അല്ലെങ്കിൽ തോറ്റു കഴിഞ്ഞാൽ ഒരു അവസാനമാണ് എന്ന് വിചാരിക്കുന്ന കുറച്ച് കുട്ടികൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് കുറെ കുട്ടികൾക്കുണ്ടെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. സോ ഈ ഒരു കാഴ്ചപ്പാടില് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തില് മിസ്സിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ മിസ്സിന്റെ ഒരു അഡ്വൈസ് എന്താണ്? നമ്മള് പരാജയമാണല്ലോ വിജയത്തിന്റെ ഒരു ചവിട്ടുപടി എന്ന് പറയുന്നത്. അതെ. നമ്മള് അതനുസരിച്ചുള്ള ഒരു ട്രെയിനിങ് കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിൽ തന്നെ നമ്മൾ അത് അവർക്ക് കൊടുക്കണം. അപ്പൊ എല്ലായിടത്തും വിജയിച്ചു നിൽക്കുക, ഒന്നാമനാകുക എന്നുള്ളതല്ല. വിജയിക്കണം, അതെല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. എന്നാലും തോൽവികളിലും നമ്മുടെ മനസ്സിന് ധൈര്യം വിടാതെ വിജയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ശീലം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിൽ തൊട്ടേ നമ്മളത് കൊടുത്ത് നമ്മൾ പരിശീലിപ്പിക്കണം. അതിനുള്ള ഒരു ട്രെയിനിങ് അവർക്ക് നമ്മൾ കുഞ്ഞുനാൾ മുതലേ നമ്മൾ വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും നമ്മൾ അവരെ ശീലിപ്പിക്കേണ്ടതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പത്തെ ഈ ഗ്രേഡിംഗ് സിസ്റ്റം തന്നെ അതിനു വേണ്ടിയിട്ടാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ. അപ്പൊ ഒന്നിലധികം കുട്ടികൾക്ക് സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഗ്രേഡിംഗ് സിസ്റ്റം തന്നെ കൊണ്ടുവന്നേക്കുന്നത്. ഇപ്പം നമ്മുടെ സ്കൂളുകളിലാണെങ്കിൽ പോലും കുഞ്ഞുങ്ങൾക്ക് പലതരം മത്സരങ്ങൾ നമ്മൾ നടത്തും. ഒരാൾ ജയിക്കും, ബാക്കിയുള്ളവരൊക്കെ തോക്കും. പക്ഷെ നമ്മള് ജയിക്കുന്നവരെയും തോൽക്കുന്നവരെയും നമ്മൾ ഒരുമിച്ച് നിർത്തും. ഒരുപോലെ അവർക്ക് പങ്കെടുത്തവർക്കും കൂടിയുള്ള സമ്മാനങ്ങൾ നമ്മൾ കൊടുക്കും. തീർച്ചയായിട്ടും. അപ്പൊ അവർക്ക് തോൽവി എന്ന് പറയുന്നത് ഒരു സങ്കടകരമായ ഒരു കാര്യമായിട്ട് അവരുടെ മനസ്സിലത് വരുന്നില്ല. അപ്പൊ തോൽവി ഒരു സങ്കടകരമായ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്റ്റേജിൽ കയറാനോ എന്തെങ്കിലും പരിപാടിയിൽ പെർഫോം ചെയ്യാനോ ഒക്കെ അവർക്ക് മടി കാണും. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മളത് ഹാൻഡിൽ ചെയ്യാനായിട്ട് അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കണം. അധ്യാപകർ മാത്രമല്ല, പേരൻസിനും അതിലൊരു വലിയ പങ്കുണ്ട്. നമ്മുടെ വീടുകളിലാണെങ്കിലും സഹോദരങ്ങൾ തമ്മിലാണെങ്കിലും എന്തെങ്കിലും കളികളൊക്കെ കളിക്കുമ്പോൾ ചില കുഞ്ഞുങ്ങൾ
വിട്ടുകൊടുക്കാൻ ഒരിക്കലും തയ്യാറാവത്തില്ല. അതെ, അവരുടെ സ്വഭാവത്തിന്റെ ഒരു രീതിയാണത്. പക്ഷെ നമ്മള് പേരൻസ് ആണേലും ടീച്ചേഴ്സ് ആണേലും അത് മനസ്സിലാക്കി അവരോട് പെരുമാറി അത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാ വേണ്ടിയത്. അങ്ങനെ വന്നാൽ തന്നെ കുട്ടികളുടെ ആ ഒരു എന്താ പറയുന്നത്, അവരുടെ മനസ്സിന്റെ ആ ഒരു പേടിയും ഭയവും ഒക്കെ അവർക്ക് അങ്ങ് മാറിക്കോളും. അവർക്കൊരു ധൈര്യം കിട്ടിക്കോളും. നമ്മളെപ്പോഴും അവരുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ചിന്ത അവർക്ക് കൊടുത്താൽ, കുഞ്ഞിലേ കൊടുത്താൽ തന്നെ അവരുടെ മനസ്സിന്റെ ആ ഭയവും ആ സങ്കടവും അതെല്ലാം മാറി അവർ വീണ്ടും ഊർജ്ജസ്വലരായിട്ട് തന്നെ വന്നോളും എല്ലാ കാര്യങ്ങളിലും. തീർച്ചയായിട്ടും. സോ മിസ്സേ, എനിക്കും ഭയങ്കര ഒരു മോട്ടിവേഷൻ, അതായത് കുട്ടികൾക്ക് ആവശ്യമുള്ളത് ഇത് തന്നെയാണ്. അതായത് കൃത്യമായിട്ട് ഇപ്പൊ ഏത് തോൽവികളാണെങ്കിലും ഇത് ജസ്റ്റ് ഒരു സ്റ്റെപ്പ് മാത്രമാണ്. ഇനിയും ഒരുപാട് പടികൾ നമുക്ക് മുന്നിലുണ്ട്, ഒരുപാട് വലിയ വലിയ ചവിട്ടുപടികൾ നമുക്ക് മുന്നിലുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു മെന്റർ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ, ഒരു പാരന്റ് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികൾക്ക് നല്ല നല്ല രീതിയിലേക്ക് അല്ലെങ്കിൽ നല്ല നല്ല പെർഫോമൻസുകൾ അവർക്ക് കാഴ്ചവെക്കാനായിട്ട് പറ്റുമെന്നുള്ളത്. സോ നമുക്ക് എല്ലാ കുട്ടികൾക്കും നല്ലൊരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിൽക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നമുക്കൊരു പാട്ടിലേക്ക് പോവാം. പാട്ടിന് ശേഷം തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ആൻഡ് സൗമ്യ മിസ് ആണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ചെങ്ങളം സെയിന്റ് ആന്റണീസ് LP സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആണ്. സോ പാട്ടിലേക്ക് പോവാട്ടോ. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായ ഉയരെ. ഇന്ന് നമ്മോടൊപ്പം ഉയരയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ചെങ്ങളം സെയിന്റ് ആന്റണീസ് LP സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയ സൗമ്യ മിസ് ആണ്. സോ മിസ്സേ ഏകദേശം 24 വർഷത്തോളമായിട്ട് അധ്യാപന ജീവിതം ഇങ്ങനെ ഗംഭീരമായിട്ട് കൊണ്ടുപോവുകയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ മിസ്സിൽ നിന്ന് നമുക്ക് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പോ മിസ്സേ നമ്മളിപ്പോ നമുക്കറിയാം എല്ലാവരും യുണീക്കാണ്, എല്ലാവരും വ്യത്യസ്തരാണ് അല്ലെ? പക്ഷെ ഇപ്പൊ സ്കൂളിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കുട്ടികൾ എല്ലാവരും ഒരുപോലെ കാണാനായിട്ട് അല്ലെങ്കിൽ കുട്ടികളിലേക്ക് കൃത്യമായ രീതിയിൽ ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള റൈറ്റ്സ് ഈക്വൽ ആയിട്ട് കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂണിഫോം എല്ലാവരും ഒരുപോലെയാണ് കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നത് അല്ലെ? അപ്പോ ഇപ്പൊ പഠന കാര്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ പഠന രീതികളിലാണെങ്കിലും എല്ലാ കുട്ടികളിലേക്കും ഒരുപോലെ നമുക്ക് ഈ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഈ ഒരു പഠന വിഷയം എത്തിക്കണം. അപ്പോൾ ഒരു അധ്യാപകനെ സംബന്ധിച്ച് അത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ കുറച്ചധികം റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഡ്യൂട്ടി തന്നെയാണ്. വ്യത്യസ്തരായ കുട്ടികളിലേക്ക് ഒരു സബ്ജക്റ്റ് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നത്. സോ സ്വയം ടീച്ചേഴ്സ് എടുക്കേണ്ട പ്രിപ്പറേഷൻസ് എത്രമാത്രമാണ്? അതായത് ഏതൊരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക സ്വയം ഏതൊക്കെ രീതിയിലുള്ള പ്രിപ്പറേഷൻസിലൂടെ കടന്നു പോകണം? അത് നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാവരും ഒരേ നിലവാരത്തിൽ പഠിച്ചു വരുന്ന കുഞ്ഞുങ്ങളല്ലല്ലോ. നന്നായിട്ട് പഠിക്കുന്നവരും മീഡിയം ആയിട്ട് പഠിക്കുന്നവരും തീരെ പഠിച്ചു തരാത്ത അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ ക്ലാസ്സുകളിൽ ഉണ്ട്. അപ്പം ഒരു ടീച്ചർ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തലേ ദിവസം തന്നെ അല്ലെങ്കിൽ 2 ദിവസം മുന്നേ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യും. ക്ലാസ്സിൽ ഇന്ന കാര്യങ്ങൾ ഇന്ന വിഷയം ഇന്ന രീതിയിൽ വേണം പഠിപ്പിക്കാൻ. അപ്പൊ അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ തയ്യാറാക്കും. അപ്പൊ നമ്മൾ ഈ പ്രവർത്തനങ്ങൾ തയ്യാറാക്കുന്ന അവസരത്തില് നമ്മുടെ ക്ലാസ്സിലെ ഓരോ കുഞ്ഞുങ്ങളുടെയും മുഖം നമ്മുടെ മനസ്സിൽ കൂടെ വരും. അപ്പൊ ഓരോ കുഞ്ഞുങ്ങൾക്കും അനുയോജ്യമായ പഠന പ്രവർത്തനങ്ങൾ നമ്മൾ അതനുസരിച്ച് തയ്യാറാക്കി അത് നമ്മൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുക ചെയ്യുന്നത്. അപ്പൊ ഈ പ്രവർത്തനങ്ങൾ നമ്മൾ തയ്യാറാക്കുന്ന അവസരത്തില് ചില സമയത്ത് ചില കുട്ടികൾ അത് വേഗം തന്നെ ആ പ്രവർത്തനം അവരത് ചെയ്തു തീർക്കും, മിടുക്കരായിട്ടുള്ള കുട്ടികൾ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടെ സങ്കീർണമായ പ്രവർത്തനങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്ന സമയത്ത് നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുന്നുണ്ട്. സാധാരണ അധ്യാപകരെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ ഇത്തിരി പുറകോട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ മികച്ച കുഞ്ഞുങ്ങളുടെ സേവനവും കൂടി നമ്മൾ ലഭ്യമാക്കണം. അപ്പൊ അവർക്കും സഹപഠനം വരുമ്പോൾ നമ്മുടെ തന്നെ ക്ലാസ്സിലുള്ള കുഞ്ഞുങ്ങൾ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് കുറച്ചുകൂടി അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്നതിലും ക്ലിയർ ആയിട്ട് അവർക്കത് ഉൾക്കൊള്ളാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവര് ഈ പഠന പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ക്ലാസ്സിൽ ചെന്ന് അന്നേരം പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അവരതെല്ലാം നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ഇപ്പം നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് നമ്മുടെ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിലുണ്ട്. അപ്പം ഈ പൊതുവിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ന്യൂജനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്കുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മുടെ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മൾ ഉദ്ദേശിക്കുന്ന പഠന ലക്ഷ്യത്തിൽ എത്തിപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലത്, കുഴപ്പമില്ല. നമ്മൾ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നമ്മുടെ ക്ലാസ്സിൽ നടപ്പിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. അതനുസരിച്ച് നമുക്കത് ചെയ്യാൻ പറ്റും.
തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ കുട്ടികളുടെ കാര്യത്തിലായതുകൊണ്ട് നമുക്കറിയാലോ, കൂടുതൽ സമയം ഒരു ടോപ്പിക്കിൽ അവർക്ക് ചിലപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ടല്ലേ? അപ്പോ കുട്ടികളൊന്ന് എൻഗേജ്ഡ് ആയിട്ട് ഇരുത്താൻ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റുമോ? അതായത് ഇപ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് LP കുട്ടികളെയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അപ്പോൾ അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന വിഷയത്തെ പറ്റി ആവാം, അല്ലെങ്കിൽ അല്ലാത്ത കാര്യങ്ങൾ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു എൻഗേജിങ് ആക്ടിവിറ്റീസ് നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റുമോ? നമ്മൾ പണ്ട് പഠിച്ച രീതി അല്ലല്ലോ ഇന്നത്തെ ക്ലാസ് റൂം പഠനം എന്ന് പറയുന്നത്. ഇന്നത്തെ പഠനം എന്ന് പറയുന്നത് പഠിക്കുകയാണെന്ന് കുഞ്ഞുങ്ങൾ അറിയാതെ തന്നെ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് ശരിക്കും അവര് പലതരം ആക്ടിവിറ്റീസിലൂടെയാണ് അവർ ഇന്നത്തെ കാലത്ത് അവർ പഠനം നടത്തുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവർക്ക് അതൊരു ബോറടിയായിട്ട് അവർക്കത് മാറുന്നില്ല. പിന്നെ ഒരു പ്രവർത്തനം കഴിഞ്ഞ് പിന്നെ നമ്മള് പിള്ളേരുമായിട്ട് ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ പതിയാണ് അടുത്ത പ്രവർത്തനത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നത്. അപ്പം അതനുസരിച്ച് അവരുടെ മൂഡ് മാറുന്ന അനുസരിച്ചാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ നമ്മുടെ ക്ലാസ്സിലെ കുഞ്ഞുങ്ങള് എങ്ങനെയുള്ളവരാണെന്ന് നമുക്ക് കൃത്യമായിട്ടൊരു അവബോധം എല്ലാ ടീച്ചർമാർക്കും ഉണ്ടല്ലോ. അതനുസരിച്ച് നമുക്കത് മാറ്റി ഓരോ പ്രവർത്തനങ്ങൾ മാറ്റി കൊടുക്കാൻ നമുക്ക് അവസരമുണ്ട്. പിന്നെ LP ക്ലാസ്സുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ടീച്ചർ തന്നെയാണ് ഒരു ക്ലാസ്സിലെ കാര്യം മുഴുവൻ കൈകാര്യം ചെയ്യുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ കുഞ്ഞുങ്ങളെ ഒരു ടീച്ചറിന്റെ കൈകളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ആ ഒരു മൂഡിനനുസരിച്ച് ഉള്ള വിഷയങ്ങൾ മാറി പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ആ ഒരു ടീച്ചറിനുണ്ട്. അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് ആ ടീച്ചറിന് തോന്നത്തില്ല, കുഞ്ഞുങ്ങൾക്കും തോന്നത്തില്ല. അപ്പൊ താങ്ക് യു മിസ്. നമുക്കിനി ഒരു പാട്ടിലേക്ക് കൊണ്ട് ചെറുതായിട്ടൊന്ന് പോയാലോ? ഓക്കെ, അപ്പൊ പാട്ടിന് ശേഷം പഠിപ്പിക്കുന്നവർക്കും പഠിക്കാനുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട് ഉയരയിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം കൂടെയുള്ള തന്നെയാണ് കേട്ടോ. 89.6 FM സർഗക്ഷേത്ര. listening to സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം. അങ്ങനെ ഉയരയിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മൊമെന്റിലാണ് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? സോ ഒരുപാട് നല്ല പാട്ടുകളും ഒരുപാട് നല്ല അറിവുകളും നമുക്ക് ഈ ഒരു മൊമെന്റിൽ അറിയാനുള്ള സമയം തന്നെയാണ്. സോ എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ആൻഡ് നമ്മോടൊപ്പം ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ സംസാരിക്കുന്നത് ചെങ്ങളം സെയിന്റ് ആന്റണീസ് LP സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയ സൗമ്യ മിസ് ആണ്. സോ മിസ്സേ, ഇനി നമ്മൾ പഠിപ്പിക്കുന്നവരിൽ നിന്ന് അവരുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള പാരന്റ്സിലേക്ക്, കുട്ടികളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള പാരന്റ്സിലേക്ക് ഒരു ചെറിയ ചോദ്യം ഒന്ന് ഡൈവേർട്ട് ചെയ്യാണ് കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ അവരിലേക്ക് എത്താൻ പോവാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട് പാരന്റിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന്, അല്ലെ? ശരിക്കും പാരന്റിങ്ങിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ. അപ്പോ പാരന്റിങ്ങിന് ഒരു അവസാനമില്ല എന്നുള്ളതാണ് മിസ് പറഞ്ഞിരിക്കുന്നത്. സോ പാരന്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോ കുറേയധികം ന്യൂജൻ പാരന്റ്സ് വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണല്ലോ നമ്മള്. അതുകൊണ്ട് തന്നെ അവർക്ക് ചെറുപ്പത്തിൽ ലഭിച്ചിട്ടുള്ള ഒരു ശിക്ഷണം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ പാരന്റ്സിൽ അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഉപദേശങ്ങള്, കാര്യങ്ങള്, ഇതൊക്കെ ചിലപ്പോ കൃത്യമായ രീതിയിൽ ഈ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് നമുക്ക് അറിയാനുള്ളത്. സോ ന്യൂജൻ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട പാരന്റിങ് ടിപ്സ് എന്തൊക്കെയായിരിക്കും? എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് പേരൻസ് എല്ലാം കുഞ്ഞുങ്ങളുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഉള്ളത്. പിന്നെ ഇടയ്ക്കും മുടിഞ്ഞൊക്കെ നമ്മൾ ചില വിഷയങ്ങളൊക്കെ കാണാറും കേൾക്കാറും ഒക്കെ ഉണ്ട്. അത് മാറ്റി വെച്ചാല് എല്ലാരും തന്നെ ഒരുപക്ഷെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രീതിയാണ് കുഞ്ഞുങ്ങൾക്കും പേരൻസിനും ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മള് പേരൻസ് ഇപ്പം നമ്മുടെ പേരൻസ് എല്ലാം ഈ ന്യൂജൻ ആയതുകൊണ്ട്, പ്രായം കുറഞ്ഞ ആൾക്കാരായതുകൊണ്ട് നമ്മള് അവരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് നമ്മൾ അവരോട് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുന്നതാണേലും ഇപ്പം അവന് ഒറ്റ വായില് ഇവൻ മൂട്ടും പഠിക്കുകയല്ല കേട്ടോ, അങ്ങനെ നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരിക്കലും പറയരുതെന്നാണ് ശരിക്കും. അങ്ങനെ പറയുന്ന കുട്ടിയുടെ കേക്ക് അങ്ങനെ പറയുന്നത് ശരിയല്ല. അപ്പം നമ്മള് പിന്നെ പേരൻസ് എന്ന് പറയുന്നത് കുഞ്ഞിന്റെ ഏറ്റവും അടുത്ത ആൾക്കാരാണല്ലോ. അപ്പം അവര് കഴിഞ്ഞിട്ടേ ഉള്ളല്ലോ അവർക്ക് ടീച്ചേഴ്സ്. ചിലർക്കേ ഉള്ളൂ തിരിച്ച്. ടീച്ചേഴ്സ് കഴിഞ്ഞാണ് ചില കുഞ്ഞുങ്ങൾക്ക് പേരൻസ്, ചില കുഞ്ഞുങ്ങൾക്ക് നേരെ തിരിച്ചാ പേരൻസ് കഴിഞ്ഞേ ഉള്ളൂ ടീച്ചേഴ്സ്. അപ്പം നമ്മള് പിന്നെ സ്കൂളിലാണേലും വീട്ടിലാണേലും പിള്ളേരെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കീപ്പ് ചെയ്തുകൊണ്ട് വേണം ഇവരെ നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, പേരൻസ് ആണേലും. അപ്പൊ അവരെ വീടുകളിലാണേലും അവരെ ഒന്ന് കേൾക്കാൻ നമ്മള് തയ്യാറായിരിക്കുക.
അവര് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ നമ്മളോട് വീടുകളിൽ വരുമ്പോൾ അവർ നമ്മളോട് പറയും, ഇന്ന് സ്കൂളിൽ അങ്ങനെയായിരുന്നു, ഇന്ന് ടീച്ചർ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് ഇന്ന വിഷയമാണ് പഠിപ്പിച്ചത്, അങ്ങനെയൊക്കെ അവര് നമ്മളോട് പറയും. അപ്പൊ ആ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാൻ, അവരെ ഒന്ന് കേൾക്കാൻ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളെ ഒന്ന് കേൾക്കാൻ തയ്യാറാകുന്ന പേരൻസിനെയാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യം. തീർച്ചയായിട്ടും. മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് അതാ, പേരൻസ് കുഞ്ഞുങ്ങളെ ഒന്ന് കേൾക്കുക. അവര് പറയുന്ന കാര്യം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കാം. നമ്മുടെ അടുത്തുള്ള എന്തെങ്കിലും പണി ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ അവരെ ഒന്ന് കേട്ടാൽ മതി. ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നിയാല് പിന്നെ ഈ കുഞ്ഞുങ്ങള് നമ്മുടെ ഒപ്പം നിന്നോളും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ഓക്കെ, എനിക്ക് തോന്നുന്നു അപ്പൊ പാരന്റിങ്ങില് ഒരു ചെറിയ കുട്ടി വലുതാകുന്നതിനനുസരിച്ച് അവരുടെ ഒരു ബോണ്ട് പാരന്റ്സ് എന്നുള്ള രീതിയിൽ നിന്ന് മാറി ഇപ്പോഴത്തെ കാലത്ത് ഫ്രണ്ട്ഷിപ്പിലേക്ക് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെന്നല്ലേ? സോ കുറച്ചുകൂടി ഫ്രീ ആയിട്ടുള്ള ബോണ്ട് ആവുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഒരു സന്തോഷം, അല്ലെങ്കിൽ ഒരു കംഫർട്ട്, ഫ്രീഡം എല്ലാം അവർക്ക് ഫീൽ ചെയ്യും. സോ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലൈഫ് കുട്ടികൾക്ക് കിട്ടാനുള്ള ചാൻസസും കൂടുതലാണ്. സോ പാരന്റ്സ് കുറച്ചധികം ജാഗ്രത ഇക്കാര്യത്തിൽ ഒന്ന് പാലിക്കണം, അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ജാഗ്രത പാലിക്കാം എന്ന് ഉറക്കെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മൊമെന്റിൽ നമുക്കൊരു പാട്ടിലേക്ക് കൂടി ഒന്ന് പോയേക്കാം. പാട്ടിന് ശേഷം സൗമ്യ മിസ് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കൂ. ഉയരെയാണ്, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് ഉയരയിലൂടെ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ചെങ്ങളം സെയിന്റ് ആന്റണീസ് LP സ്കൂളിലെ പ്രധാന അധ്യാപികയായിട്ടുള്ള സൗമ്യ മിസ് ആണ്. മിസ്സേ, കുറച്ചു മുൻപ് നമ്മൾ പാരന്റിങ്ങിനെ പറ്റി കാര്യമായിട്ട് സംസാരിച്ചായിരുന്നല്ലേ? ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ കൂടുതലും പാരന്റ്സിനോടൊരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു ബോണ്ടാണ് അവരിൽ കാണുന്നത്. അത് ഏറ്റവും നല്ലൊരു ബോണ്ടാണ്. അത് നല്ല രീതിയിൽ പാരന്റ്സിനും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചായിരുന്നു, അല്ലെ? സോ ഇന്നത്തെ ഈ ഒരു കാലത്ത് ADHD, ആൻസൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ, ഇങ്ങനെ പലതരത്തിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ നമ്മുടെ കുട്ടികൾ കടന്നു പോകുന്നുണ്ട്. ആൻഡ് കുറേ കുട്ടികൾക്ക്, അതായത് സ്കൂളിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നതിലൂടെ അവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ നേരിടാനുള്ള ഒരു ധൈര്യം കിട്ടുന്നുണ്ട്. സോ സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള കുട്ടികളുടെ ബുദ്ധിമുട്ടുകളെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്? അവരെ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ഈ പൊതുവിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്ത് നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ, നമ്മുടെ സ്കൂളിൽ ഇങ്ങനത്തെ കുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ BRC വഴിയായിട്ട് അതിനുള്ള പ്രത്യേക ട്രെയിനിങ് കിട്ടിയ അധ്യാപകർ നമ്മുടെ സ്കൂളിൽ എത്തും. നമ്മൾ അവരെ അറിയിച്ചാൽ മതി. നമുക്ക് ഡിസോർഡർ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പ്രത്യേക പരിശീലനം ലഭിച്ച അധ്യാപകരാണ് BRCകളിൽ ഉള്ളത്. അപ്പൊ അവരുടെ സേവനം നമ്മൾ എപ്പോ ആവശ്യപ്പെട്ടാലും അവരുടെ സേവനം നമുക്ക് ലഭ്യമാകും. അതുപോലെ കൗൺസിലിംഗ് പോലെ നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ശരിക്കും കൗൺസിലിംഗിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ ക്ലാസ് ടീച്ചർ തന്നെയാണ് അവർക്ക് ഏറ്റവും കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയുന്ന ഒരാളെന്ന് പറയുന്നത്. അവരുടെ ടീച്ചറിനോട് പറയുന്ന അത്രയും കാര്യങ്ങൾ അവര് വെളിയിൽ നിന്ന് വരുന്ന ഒരാളോട് പറയണമെന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു പൊതുവിദ്യാഭ്യാസ മേഖലയില് ഇത്തരം വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നമുക്ക് അതിനുള്ള ഒരു എന്താ പറയാ, അതിനുള്ള പരിശീലനം, ഇത്തരം കുഞ്ഞുങ്ങൾക്കുള്ള പരിശീലനത്തിന് വേണ്ടി അവിടെ പ്രത്യേകം ആൾക്കാരും ഉണ്ട്, പ്രത്യേക അധ്യാപകരുണ്ട്. അതിനുള്ള പരിശീലനം, അവർക്കുള്ള ട്രെയിനിങ് ഒക്കെ ആ അധ്യാപകരിൽ നിന്ന് തന്നെ നമ്മുടെ സ്കൂളിൽ നമുക്ക് അവരുടെ സേവനം ലഭ്യമാക്കാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് ബുദ്ധിമുട്ടില്ല. ഓക്കെ മിസ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും നമ്മുടെ സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്കൂളുകൾ മാത്രമല്ല കേട്ടോ, ഇന്നത്തെ കാലത്ത് സ്കൂളുകളിലാണെങ്കിലും കോളേജസിലാണെങ്കിലും ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഒരു സപ്പോർട്ട്, ഒരു മെന്റൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് കൗൺസിലിംഗ്, അല്ലേ? സോ കൗൺസിലിംഗ് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ മറികടക്കാനായിട്ട് എത്രത്തോളം ഹെൽപ്ഫുൾ ആവുന്നുണ്ട്? അത് ഞാൻ പറഞ്ഞത്, ഈ LP ക്ലാസ്സുകളെ സംബന്ധിച്ചിടത്തോളം കൗൺസിലർ, ഒരു നല്ല കൗൺസിലർ എന്ന് പറയുന്നത് ആ ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ തന്നെയാണ്. നമ്മൾ അവരെ ഒന്ന് കേൾക്കുക, അവര് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയൊക്കെ ഇരുന്നാല് എന്നാൽ തന്നെ അവരുടെ പകുതി പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റിയാലാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ വെളിയിലുള്ള ഒരാളെ സമീപിച്ചാൽ മതിയെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ഈ കുഞ്ഞുങ്ങളെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ അധ്യാപകർക്ക് തന്നെയാണ്. അവരോട് കാര്യങ്ങൾ എല്ലാം പറയുന്ന ഒരു കുഞ്ഞാണെങ്കിൽ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് അത് പരിഹരിക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണെങ്കിൽ മാത്രം നമ്മൾ മറ്റുള്ള കൗൺസിലർമാരുടെ ഒക്കെ സഹായം തേടിയാൽ മതിയായിരിക്കും. നമുക്ക് LP സ്കൂളുകളിൽ അങ്ങനെ കൗൺസിലർമാർ സാധാരണ ഇല്ല.
നമുക്ക് അങ്ങനെ ഒരു പോസ്റ്റ് നമുക്കില്ല. Okay. പിന്നെ അഥവാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലെയുള്ള ആൾക്കാരെ നമ്മുടെ സ്കൂളിൽ വരുത്തി അതിനുള്ള ഒരു അവരുടെ ഒരു സേവനം നമുക്ക് സ്കൂളിൽ ലഭ്യമാക്കാൻ പറ്റുന്നതാണ്. അതിന് സാധിക്കും നമുക്ക്. ഓക്കെ മിസ്സേ, ഓക്കെ. അപ്പോൾ ഇനി കേട്ടുകൊണ്ടേ ഇരിക്കൂ എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇനിയും പറയാനുള്ളത്. അതായത് ഉയരയിലൂടെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. സോ കേട്ടുകൊണ്ടേ ഇരിക്കൂ. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായ ഉയരെ കൂടെയുള്ള തന്നെയാണ്. ആൻഡ് നമ്മോടൊപ്പം ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത് ചിങ്ങളം സെയിന്റ് ആന്റണീസ് LP സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയ സൗമ്യ മിസ്സാണ്. സോ മിസ്സേ, നമ്മൾ ഇനി കൂടുതലായിട്ട് ടീച്ചർമാരുടെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് പഠിക്കുന്ന സബ്ജക്റ്റുകളിലേക്ക് ഒന്ന് ഡീപ്പായിട്ട് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഓക്കെ. അപ്പോ മിക്ക ടീച്ചേഴ്സ് ആവാൻ പഠിക്കുന്ന ഒരു സ്റ്റേജിൽ അവർക്കുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കും സൈക്കോളജി, അല്ലെ? ഓക്കെ. അപ്പൊ സൈക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ടീച്ചേഴ്സ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ പഠിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് എന്നുള്ള രീതിയിൽ കുട്ടികളിലേക്ക് എത്തുമ്പോൾ ഈ ഒരു സബ്ജക്ട് പഠിക്കുന്നത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ എത്രമാത്രം ഈ ഒരു കോഴ്സ് നമ്മളെ ഹെൽപ്ഫുൾ ആക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അറിയാനുള്ളത്. നമുക്ക് ഈ സൈക്കോളജി എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും എന്തിനാണ് ഇത് പഠിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മൾ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ ഒരു സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴാണ് ഇങ്ങനെ പല സ്വഭാവമുള്ള കുഞ്ഞുങ്ങള്, പലതരത്തിലുള്ള പഠന പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങള്, അവരെയൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്നത്. നമ്മള് പഠിക്കുന്ന സമയത്ത് നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകും എന്ന് പറഞ്ഞാലും ഇത്തരം ഡീപ്പായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് വരുന്നില്ല. അതേസമയം നമ്മൾ ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക് ചെല്ലുന്ന സമയത്താണ് നമ്മള് അന്ന് പഠിച്ചത് ഇവിടെ ഇന്ന പോലെ ആയിരുന്നല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങളുടെ ഓരോ മാനസികാവസ്ഥ അനുസരിച്ചൊക്കെ നമുക്ക് അവർക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനും അവരെ പരിഗണിക്കാനും അവരോട് ഇടപെടാനും ഒക്കെ നമുക്ക് പറ്റും. സൈക്കോളജിക്ക് വളരെ പ്രാധാന്യമുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തില്. അപ്പൊ ഓരോ കുഞ്ഞിനെയും നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ചുള്ള അറിവ് അവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും സൈക്കോളജി അറിഞ്ഞിരിക്കണം. ഓക്കെ മിസ്സേ, അപ്പോൾ ഒരുപാട് സന്തോഷം. ആൻഡ് ഇതിനോടൊപ്പം തന്നെ ഞാൻ ചോദിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. വേറൊന്നല്ല, ഇപ്പൊ സൈക്കോളജി എന്ന് പറഞ്ഞപ്പോഴാണ് കുട്ടികൾക്ക് മാത്രമല്ല ടീച്ചേഴ്സിനും കുറച്ചധികം ചാലഞ്ചസ് ഇന്നത്തെ കാലത്ത് നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ മിസ്സിന് ഇപ്പോൾ ഏകദേശം 24 വർഷത്തോളമായിട്ട് അധ്യാപന ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ പൊതുവെ ടീച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? ടീച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒത്തിരി പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ വഴക്ക് പറയാൻ പറ്റില്ല, അടിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി നിയമങ്ങൾ നമുക്ക് ഇന്നത്തെ കാലത്തുണ്ടല്ലോ. അപ്പം അതെനിക്ക് തോന്നുന്നു ഒരു തരത്തില് അത് നല്ലതാണ്. പക്ഷെ നമ്മൾ വേറൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ അത് ഇച്ചിരി പ്രശ്നമാകുന്നുണ്ടോ എന്നൊരു തോന്നലുണ്ട്. കാരണം എന്ന് വെച്ചാല് നമ്മളൊരു ശബ്ദം കൂട്ടിയൊക്കെ ഒന്ന് പറഞ്ഞാല് കുഞ്ഞുങ്ങള് നമ്മൾ പഠിച്ചുകൊണ്ട് വരാൻ പറയുന്ന കാര്യങ്ങളാണെങ്കിലും അവര് പഠിച്ചുകൊണ്ട് വരുള്ളൂ. നമ്മള് ഒരു അസംബ്ലിക്ക് കുഞ്ഞുങ്ങളെ നിർത്തുക. അപ്പൊ അവര് എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് ഒരു വഴക്ക് പറഞ്ഞില്ലെങ്കിൽ എന്നും അവരങ്ങനെ വരുവുള്ളൂ. അതേസമയം നമ്മൾ ആദ്യത്തെ ദിവസം ഇങ്ങനെയാണ് അസംബ്ലിക്ക് വരേണ്ടത്, ശബ്ദം ഉണ്ടാക്കാതെ ലൈനായിട്ട് വരണ്ടേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരോടൊന്ന് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ പിന്നെ പിറ്റേ ദിവസം മുതൽ അവരത് ആ റൂൾ കീപ്പ് ചെയ്തുകൊണ്ട് അവർ വരും. അപ്പം നമുക്ക് അവരെ വഴക്ക് പറയാൻ പറ്റില്ല, അടിക്കാൻ പറ്റില്ല. അതൊക്കെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ അധ്യാപകർക്ക്, പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ അധ്യാപകർക്ക് അതൊക്കെ ഓരോരോ പ്രശ്നങ്ങളാണ്. പിന്നെ അധ്യാപകരെ സംബന്ധിച്ച് അവരുടെ നിയമന പ്രശ്നങ്ങൾ അവർക്ക് ഒത്തിരി ഉണ്ട്, ഒരുപാടുണ്ട്. വർഷങ്ങളായിട്ട് സ്ഥിര നിയമനം കിട്ടിയിട്ടും ശമ്പളം ലഭിക്കാതെ ജോലി ചെയ്യുന്ന ഒരുപാട് അധ്യാപകർ എയ്ഡഡ് മേഖലയിൽ ഉണ്ട്. അപ്പം നമ്മൾ ജോലി ചെയ്തിട്ട് നമുക്ക് അതിനുള്ള വേതനം ലഭിക്കുന്നില്ല എങ്കിൽ തന്നെ നമ്മുടെ മനസ്സ് മടുക്കും. അതെല്ലാവരുടെയും ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രശ്നമാണല്ലോ. ജോലിക്ക് കൂലി വേണമല്ലോ, അതിനാണല്ലോ നമ്മൾ എല്ലാവരും ജോലി ചെയ്യുന്നത്. അപ്പം ഈ നിയമന അംഗീകാരം ലഭിക്കാതെ ജോലി ചെയ്യുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ജോലി എന്ന് പറയുന്നത് എന്ന് ഇത് പാസ്സായി അവരുടെ ശമ്പളം കിട്ടുമെന്നൊന്നും അറിയാതെയുള്ള ഒരു മുന്നോട്ടുള്ള ഒരു പോക്കാണ് അവര് പോകുന്നത്. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് ഈ അധ്യാപന മേഖലയിലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പിന്നെ നമ്മുടെ ഗവൺമെന്റ് തലത്തിൽ അതൊക്കെ ഒന്ന് പരിഹരിച്ച് കുഞ്ഞുങ്ങളെ സ്വതന്ത്രമായിട്ട് പഠിപ്പിച്ച് നല്ല ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വമാണ് അധ്യാപകർക്കുള്ളത്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി ഓരോരോ പ്രശ്നങ്ങളുടെ പിന്നെ പേര് പറഞ്ഞ് ഇവരുടെ നിയമനങ്ങളൊക്കെ തടഞ്ഞു വെക്കാതെ
അതെല്ലാം ഒന്ന് പരിഹരിച്ച് ജോലിക്ക് കൂലി കൊടുക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയാൽ തന്നെ അധ്യാപകരുടെ പകുതി പ്രശ്നങ്ങളിലും പരിഹാരമാകും. തീർച്ചയായിട്ടും. എന്തായാലും മിസ് പറഞ്ഞതിനോട് നേരത്തെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ആ ഒരു റിവാർഡ് അല്ലെങ്കിൽ നമ്മൾ അർഹിക്കുന്ന നമുക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള എല്ലാവരും ജോലി ചെയ്യുന്നത്. അതെ അതെ അതെ. സോ ആ ഒരു ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു എമൗണ്ട് കിട്ടുമ്പോൾ അവർക്കും ആക്ച്വലി ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു നന്നായിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് ചെയ്യണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കണം എന്നുള്ള ഒരു കാര്യം ആർക്കാണെങ്കിലും ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് തന്നെയായിരിക്കും എത്തുന്നത്. സോ ഈ വിഷമങ്ങളൊക്കെ ഏറ്റവും പെട്ടെന്ന് തന്നെ മാറട്ടെ എന്നുള്ളതാണ് ഈ ഒരു മൊമെന്റിൽ നമുക്കും വിഷ് ചെയ്യാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു സന്തോഷത്തിൽ നമുക്കൊരു പാട്ടിലേക്ക് പോവാം. പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം ഉയരയിലൂടെ. സർഗക്ഷേത്ര 89.6 FM ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായ ഉയരെ. അങ്ങനെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അതായത് ടീച്ചേഴ്സിനും അല്ലെങ്കിൽ പാരൻസിനും കുട്ടികളുടെ കാര്യത്തിൽ കുറച്ചധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചു വരുമ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഉയരയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ചിങ്ങളം സെയിന്റ് ആന്റണീസ് LP സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയ സൗമ്യ മിസ് ആണ്. സൗമ്യ മിസ്സെ, നമ്മൾ കുറച്ച് മുൻപ് സൈക്കോളജി എന്ന് പറയുന്ന വിഷയം ടീച്ചിങ്ങിന്റെ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ സംസാരിച്ചു. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസിനെ പറ്റി സംസാരിച്ചു. സോ ഇനി നമുക്ക് അറിയാനുള്ളത് ആക്ച്വലി ടീച്ചറുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ ചോദിച്ചേക്കട്ടെ? ഇപ്പൊ ഏകദേശം 24 വർഷത്തോളമായിട്ട് ടീച്ചർ ഈ ഒരു ഫീൽഡിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ അറിഞ്ഞു. ആൻഡ് ഏകദേശം 3 വർഷത്തോളമായിട്ട് ഹെഡ് മിസ്ട്രസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ടീച്ചറുടെ ലൈഫിൽ ഒരുപാട് മെമ്മറീസ് കുട്ടികൾ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ടീച്ചർക്ക് ഒരിക്കലും മറക്കാനായിട്ട് പറ്റാത്ത എന്തെങ്കിലും ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ഉണ്ടോ? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് മറക്കാൻ പറ്റാത്തതായിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അപ്പം അതില് നമ്മൾ ഇതുവരെ പഠിപ്പിച്ച കുഞ്ഞുങ്ങളുടെ എല്ലാം മുഖം മിക്ക ദിവസങ്ങളിലും നമ്മുടെ മനസ്സിൽ കൂടി ഇങ്ങനെ വരും. ചിലപ്പോ നമ്മൾ അവരുടെ കാര്യം ഓർക്കുന്ന ദിവസമായിരിക്കും ഒരുപക്ഷെ അവര് നമ്മളെ വിളിക്കുന്നത്. നമ്മുടെ കാര്യവും അവർ ഓർക്കുന്നത് കാണുമായിരിക്കും. അപ്പം എനിക്ക് അങ്ങനെ എന്ന് വെച്ചാല് ഞാന് ഹൈ റേഞ്ചിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടുന്ന് ഇനി വന്ന് ട്രാൻസ്ഫർ ആയി നാട്ടിൽ വന്നു സമയത്ത് ഞാന് ഒരു കുട്ടിയെ സ്ഥിരമായിട്ട് ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു. അപ്പൊ ഞാൻ അവളെ 2ാം ക്ലാസ്സിലാണ് പഠിപ്പിച്ചത്. അത് കഴിഞ്ഞ് അവള് ഒരു പ്രീ ഡിഗ്രി ഒക്കെ ആയ ഒരു +2 ഒക്കെ കാലഘട്ടത്തിലായ സമയത്ത് ഞാൻ വെറുതെ ഒരു ദിവസം അവളുടെ കാര്യം ഇങ്ങനെ ഓർത്തു. അപ്പം അന്ന് തന്നെ അവൾ എന്നെ വിളിച്ചു. അപ്പൊ അത് അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതെ. ഞാൻ അവളുടെ കാര്യം മനസ്സിൽ ഓർത്ത അന്ന് തന്നെ അവൾ എന്നെ ഫോൺ വിളിച്ചു. അതുപോലെ ഇപ്പോഴും ബർത്ത്ഡേക്കും ഒക്കെ വിഷ് ചെയ്യുന്ന, ഞാൻ 20 വർഷം മുമ്പ് പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ പോലും ഇപ്പോഴും ബർത്ത്ഡേക്കൊക്കെ എന്നെ വിഷ് ചെയ്യുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് മറക്കാനാവാത്ത അനുഭവവും ഒരു സന്തോഷവും ഒക്കെ തരുന്ന കാര്യങ്ങളാ. ഒരു അധ്യാപിക എന്ന് പറയുമ്പം കുഞ്ഞുങ്ങളില്ലാത്ത ഒരു ജീവിതം അവർക്കില്ലല്ലോ. എപ്പോഴും കുട്ടികളുടെ പരാതികളും പരിഭവങ്ങളും അവരുടെ സന്തോഷങ്ങളും ഒക്കെ അറിയുന്ന ഒരാളാണല്ലോ ഒരു ടീച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അവരെ വിട്ടൊരു ജീവിതം ഒരു ടീച്ചറിന് ഒരിക്കലും ഇല്ല. അപ്പം എപ്പോഴും എന്നും ഇങ്ങനെ എന്നെന്ന് പറയുന്ന കണക്ക് ഇങ്ങനെ പഴയ പിള്ളേര് വിളിക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്ന പിള്ളേരുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതുപോലെ അവരുടെ പേരൻസ് ആണെങ്കിലും അവരുമായിട്ടെല്ലാം നമുക്ക് നല്ലൊരു ബന്ധമുണ്ട് ഇപ്പോഴും. നേരത്തെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിപ്പിച്ച കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ഇപ്പോഴും നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന പേരൻസ് ഇപ്പോഴും ഉണ്ട്. ഉറപ്പായിട്ടും ടീച്ചറുടെ സ്റ്റുഡൻസ് ചിലപ്പോ കുറെ പേര് പഠിച്ച് ഇപ്പോ ജോലിയൊക്കെ കിട്ടാനുള്ള ഒരു സമയത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ. അങ്ങനെയൊക്കെ കുട്ടികള് ജോലിയൊക്കെ മേടിച്ച് ടീച്ചറെ കാണാൻ വന്നിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? അല്ലെങ്കിൽ ആ സമയത്തുള്ള ടീച്ചറുടെ ഒരു ഫീലിംഗ് എന്തായിരുന്നു? അത് അവര് കാണാൻ വന്നിട്ടില്ല. കാരണം ഞാൻ ആദ്യ സമയത്തൊക്കെ ഹൈ റേഞ്ച് മേഖലയിൽ. അപ്പൊ അവര് പിന്നെ ഈ ഒരു കാലഘട്ടത്തിലാണ് അവര് ജോലിയൊക്കെ ആയത്. അപ്പം ജോലിയായിട്ട് അവര് വിളിക്കാറുണ്ട്. കാണാനായിട്ട് അങ്ങനെ വന്നിട്ടില്ല. ഇത്രയും ദൂരം വരണമല്ലോ. തന്നെയല്ല അവര് ദൂര സ്ഥലങ്ങളിലൊക്കെയാണ് അവര് ജോലി ചെയ്യുന്നത്. അപ്പം അവര് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അവരുടെ വിശേഷങ്ങളെല്ലാം പറയുകയൊക്കെ ചെയ്യാറുണ്ട്. വീട്ടുകാരുടെ കാര്യങ്ങളും അവരുടെ കാര്യങ്ങളും എല്ലാം അവര് പറയാറുണ്ട്.
ഓക്കെ, ഞാൻ പെട്ടെന്ന് ഇത് ചോദിക്കാനുണ്ടായ കാര്യം വേറെ ഒന്നല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം എന്നെ പഠിപ്പിച്ച ഒരു മിസ്സിനെ കണ്ടിരുന്നു. അപ്പോ മിസ് എന്നെ കണ്ടപ്പോ മിസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ മിസ്സിന്, അതായത് മിസ്സിനെ പഠിപ്പിച്ച കുട്ടികൾ ഇങ്ങനെ തിരിച്ചു വരുമ്പോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോ ഒക്കെ ഭയങ്കര ഒരു സന്തോഷം. ആക്ച്വലി പുള്ളിക്കാരുടെ കണ്ണ് നിറയുന്നതാണ് ഞാനന്ന് കണ്ടത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒപ്പം തന്നെ ഞാനും അന്ന് നമ്മുടെ ആ ഒരു ബോണ്ട് ഇച്ചിരിയും സ്ട്രോങ്ങർ ആയ പോലെ എനിക്കൊരു ഫീൽ ചെയ്തു. അപ്പോ ഞാൻ മിസ്സിന് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചതാണ്. എന്തായാലും കലക്കനായിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് ഈ ഒരു സന്തോഷത്തിൽ കുറച്ചധികം രസമുള്ള ഒരു പാട്ടിലേക്ക് തന്നെ പോയാലോ? ഓക്കെ, അപ്പൊ മിസ് ഡബിൾ ഓക്കെ പറഞ്ഞ ഈ ഒരു മൊമെന്റിൽ നമ്മൾ ഇതാ രണ്ടും കൽപ്പിച്ച് പാട്ടിലേക്ക് പോകുന്നു. പാട്ടിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് അറിയാനുള്ളതാണ് ഉയരയിൽ. സോ കേട്ടോണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് ഉയരയിലൂടെ ഒരു സ്പെഷ്യൽ കോഴ്സിനെ പറ്റിയല്ല, പക്ഷെ ഈ കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകർ, നമ്മുടെ മെന്റേഴ്സ്, നമ്മുടെ ഗൈഡ്സ്, അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. സോ ഇവര് നമുക്ക് പഠിപ്പിച്ച് തരേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളിലൂടെയാണ് ഇന്നത്തെ ഉയരെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ചെങ്ങളം സെയിന്റ് ആന്റണീസ് LP സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയ സൗമ്യ മിസ്സാണ്. മിസ്സേ, നമ്മളിപ്പോ കുറച്ചധികം സീരിയസ് ആയിട്ടുള്ളൊരു കാര്യത്തിലേക്ക് കൂടിയാണ് നമ്മുടെ ചോദ്യം കൊണ്ടുപോകുന്നത് കേട്ടോ. അതായത് ഇപ്പോ ഒരുപാട് കുട്ടികൾ ഉപദ്രവിക്കപ്പെടുന്ന ന്യൂസുകൾ നമ്മൾ ദിനം പ്രതി കാണുന്നുണ്ട്. നമുക്കത് ആഗ്രഹമില്ല, പക്ഷെ അങ്ങനെയാണ് ഇന്നത്തെ ലോകം. അതായത് ആൺകുട്ടികളെന്നില്ല അല്ലെങ്കിൽ പെൺകുട്ടികളെന്നില്ല, ഏത് കുട്ടികൾക്ക് നേരെയും ആക്രമണങ്ങളും അല്ലെങ്കിൽ ഉപദ്രവങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. സോ ചെറിയ കുട്ടികൾക്ക് നമുക്ക് എപ്പോഴും ഇപ്പോൾ ഗുഡ് ടച്ചിൻ്റെ കാര്യമാണെങ്കിലും ബാഡ് ടച്ചിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷേ നമുക്കറിയാലോ, ചെറിയ കുട്ടികളാവുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഇത്രത്തോളം ഭീകരമായിട്ടുള്ളൊരു സിറ്റുവേഷനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നതിന് വലിയവർക്കൊരു ലിമിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചേ അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ ചെറിയ കുട്ടികളെ സംബന്ധിച്ച് അവർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ അവർക്ക് പഠിപ്പിച്ച് കൊടുത്തിരിക്കേണ്ട എന്തെങ്കിലും ടിപ്സിനെ പറ്റിയോ ട്രിക്സിനെ പറ്റിയിട്ടാണ് ഇനി നമുക്ക് അറിയാനായിട്ട് താല്പര്യം ഉള്ളത്. അത് നമ്മുടെ ഈ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് വളരെയധികം കുഞ്ഞുങ്ങള് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഷയമാണിത്. വെച്ചാല് അവർക്ക് എവിടെ നിന്നാണ് എപ്പോഴാണ് അവർക്ക് ഇങ്ങനെ ഒരു അനുഭവം വരുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് കുഞ്ഞു കുട്ടികളോടാണെങ്കിൽ പോലും അത് എല്ലാവരോടും എല്ലാം തുറന്നു പറയുന്ന ഒരു ശീലം, പേരൻസിനോടും ടീച്ചേഴ്സിനോടും അവരുടെ കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഇതെല്ലാം നമുക്കൊന്ന് ഒരു പരിധി വരെ ടീച്ചർമാർക്ക് ഇത് അറിയാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ അതനുസരിച്ചുള്ള ഒരു അവയർനെസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ചെറിയ ക്ലാസ് മുതലേ പിള്ളേർക്ക് ഇങ്ങനത്തെ ഒരു ബോധവൽക്കരണം കൊടുക്കാനായിട്ട് അധ്യാപകർക്ക് കഴിയും. നോ പറയേണ്ടിയെടുത്ത് നോ പറയാൻ തന്നെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം. അതിന് പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. നോ എന്ന വാക്ക് നമ്മൾ ജീവിതത്തിൽ എവിടെയൊക്കെ പറയണോ അവിടെ എല്ലാം അത് പറയാൻ തന്നെയുള്ള ഒരു ധൈര്യം കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാനായിട്ട് അധ്യാപകർക്ക് കഴിവുണ്ട്. അവർക്ക് കഴിയണം. ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഒക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം ചെറുതിലേ മുതല്. കാരണം ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പിള്ളേർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഒത്തിരി കൂടി വരുന്നുണ്ട്. പലതും നമ്മൾ അറിയുന്നില്ലെന്നുള്ളതാണ് സത്യം. അപ്പം ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചെറിയ ക്ലാസ് മുതലേ തന്നെ എനിക്ക് തോന്നുന്നു നമ്മളൊന്നും ജീവിച്ച ഒരു കാലഘട്ടം അല്ലത്. അന്നും ഇതുപോലൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെ ഒന്നും ആരും പറയുകയില്ലായിരുന്നു. അത് നമ്മുടെ ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു പേടി കൊണ്ടോ വീട്ടിൽ എന്നാ പറയും എന്നുള്ള ഒരു ഇതൊക്കെ കൊണ്ടോ ആയിരുന്നായിരിക്കാം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, കാലം മാറി. അപ്പം അത് പറയാനുള്ള ഒരു ധൈര്യം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് അവരുടെ അധ്യാപകരും പേരൻസുമാണ്. അപ്പൊ അതിന് നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങളുടെ ഒപ്പം നമ്മൾ നിൽക്കണം. കുഞ്ഞുങ്ങളെ അവരുടെ മനസ്സിനെ അതിന് കഴിവുള്ള പ്രാപ്തിയുള്ളതാക്കി നമ്മൾ മാറ്റണം. അതിന് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞ പോലെ തന്നെ കുഞ്ഞുങ്ങളെ കേൾക്കുക എന്നുള്ള ഒരൊറ്റ മാർഗമേ നമുക്ക് ഇതിനുള്ളൂ. അവര് പറയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നമ്മൾ കേൾക്കുക. വീട്ടിൽ വരുമ്പോഴാണേലും ഇന്ന് സ്കൂളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, എന്നെ പഠിപ്പിച്ചു. അതുപോലെ നമ്മൾ സ്കൂളിൽ നിന്ന് വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് രാവിലെ വരുമ്പോഴാണെങ്കിലും അവരോട് കുഞ്ഞു കുഞ്ഞു വാക്കുകളിലൂടെ അവരോട് സംഭാഷണം നടത്താനും നമ്മൾ അവരുടെ ഒപ്പം ഉണ്ടെന്നുള്ളൊരു തോന്നല് അവർക്ക് വരുത്തുകയൊക്കെ ചെയ്യുവാണേല് അവര് നമ്മളോട് ഇതെല്ലാം പറഞ്ഞോളൂ. അപ്പൊ അതനുസരിച്ചുള്ള മാർഗങ്ങൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പിന്നീടാണെങ്കിലും നമുക്കത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മിസ്സിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഞാനും ഉറച്ചു നിൽക്കാണ് കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ ഉയരയിലൂടെ
തുടക്കം മുതലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും നല്ലൊരു ലിസണർ ആവുക എന്നുള്ളതാണ്. ആ ഒരു ക്വാളിറ്റി നമുക്കുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ മേ ബി ഒഴിവാക്കാനായിട്ട് പറ്റും. കുട്ടികൾക്ക് എന്തും നമ്മോട് തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറേയധികം പ്രശ്നങ്ങളിൽ നിന്നും ഒരു സൊല്യൂഷൻ നമുക്ക് വീടുകളിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്ന് തന്നെ ലഭിക്കും. സോ നമ്മളെപ്പോഴും പറയുന്ന പോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയാനുള്ളത്. കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ നമുക്ക് നമ്മുടെ കുട്ടികളെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കാം. ആൻഡ് അവർക്ക് കാതോരം, നമ്മുടെ റേഡിയോയുടെ ടാഗ് ലൈൻ പോലെ അവരോടൊപ്പം കാതോരം കരുതലായി കാലത്തിനൊപ്പം തന്നെ കൂട്ടുകൂടി നിൽക്കണം, അല്ല മിസ്സേ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഉയരയിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് അറിഞ്ഞു, കേട്ടു, മനസ്സിലാക്കി. അതിന്റെ എല്ലാവിധ നന്ദിയും ഞാൻ നമ്മുടെ സൗമ്യ മിസ്സിനാണ് പറയുന്നത്. മിസ് ഒരുപാട് നേരമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിരുന്ന ഓരോ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ്. സോ വൺസ് അഗെയിൻ ഞാനൊരു നന്ദി പറയാണ്. ആൻഡ് നമ്മോടൊപ്പം ഇന്ന് കൂടെ ഉണ്ടായിരുന്നത് ചെങ്ങളം സെയിന്റ് ആന്റണീസ് LP സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയ സൗമ്യ മിസ് ആണ്. മിസ്സേ, വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് us. ഓക്കെ. അപ്പൊ ഇനിയും കലക്കൻ പരിപാടികളുമായിട്ട് നമ്മുടെ സർഗക്ഷേത്ര 89.6 FM ഞാൻ വരുന്നുണ്ട്. അൻറ്റിൽ ദെൻ കേട്ടോണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.